ചില വീട്ടുകാർ പെൺകുട്ടികളെ കല്യാണം ആലോചിക്കുമ്പോൾ പറയണ കേട്ടിട്ടുണ്ട്, ഭയങ്കര റിച്ചാട്ടോ, എക്സ്പോർട്ടിങ് കമ്പനി ഉണ്ട് കേട്ടോ, അങ്ങ് വാ തോരാതെ അങ്ങ് സംസാരിക്കും. ചെറുക്കൻ ഭയങ്കര ഹൈ ലെവലിലാട്ടോ, ചെറുക്കൻ എഞ്ചിനീയറാ, UK അല്ലെങ്കിൽ അമേരിക്കയിലാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞേക്കാം, വലിയ ജോലിക്കാരാ, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന റിച്ച് ആയ ആൾക്കാരെ കണ്ടിട്ട്, അവരുടെ വീട്ടിലെ വാഹനങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സ്വത്തുക്കൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. നമ്മുടെ പെൺകുട്ടിക്ക് എന്തുണ്ടോ അത് മാത്രമേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർ തന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ ആ വീട്ടിലേക്ക് പോകാൻ. അതിന് കയ്യിലുള്ളതെല്ലാം കൂടെ അങ്ങ് എടുത്തു കൊടുത്തിട്ട് അവർ നോക്കും എന്നോർത്ത് വിചാരിച്ചിരിക്കുന്നത് വെറുതെയാണ്. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ റിച്ചാണ്, അവർ ഹൈ ലെവലിലാണ്, അവർ നല്ല നിലയിലുള്ള ആൾക്കാരാണ്, ഭയങ്കര ജോലിക്കാരാണ്, അച്ഛനും അമ്മയും UK അല്ലെ അമേരിക്കയിലാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെന്തുണ്ടോ അതേ നമുക്ക് പറ്റുള്ളൂ. അവർ തന്നാൽ നമുക്ക് ജീവിക്കാം. അവരുടെ വീട്ടിൽ BMW ഉണ്ടോ, അതേലൊന്ന് കയറണമെങ്കിൽ അവരുടെ ഇത് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതേ കയറണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ സങ്കടപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ. അത് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കാരണവന്മാർ വിടുക, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കി വെക്കുക, അവർക്ക് അതിൻ്റേതായ സേഫായിട്ടുള്ള സമ്പാദ്യങ്ങൾ കൊടുത്തു വിടുക. അതല്ലാതെ മറ്റുള്ളവർക്ക് പന്ത് കളിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ നിന്ന്, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് എടുത്ത് അവിടെ കൊടുക്കാതിരിക്കുക. ഒത്തിരി പെൺകുട്ടികളുടെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഉള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവുള്ളൂ. നമ്മളെപ്പോഴും പറയും, ഭർത്താവല്ലേ അല്ലെങ്കിൽ ഭാര്യയല്ലേ, എല്ലാ സഹായവും പരസ്പരം വേണം, സമ്പത്തിലും ദുഃഖത്തിലും അസുഖത്തിലും ഒക്കെ വേണം എന്ന് പറയും. വേണം. പക്ഷേ നമ്മൾ പിടിവിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഒരു വിലയും ഇല്ലാതാകുകയുള്ളൂ. നമ്മളെ കറിവേപ്പിലെ പോലെ അവരെടുത്ത് എറിയുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് എന്നൊന്നും പറയാതെ നമുക്കുണ്ടോ എന്ന് നോക്കി മാത്രം നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്കോ എന്ത് ബന്ധത്തിലേക്കാണെങ്കിലും ചെന്ന് ചേരുക. അതല്ലാതെ ചുമ്മാ ഓടിപ്പോയി കയറി നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മറ്റുള്ളവർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ലെന്നേ, നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അതേ ഉള്ളൂ നമുക്ക് കേട്ടോ. അല്ലാതെ ആർക്കും എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല.